ദൈവത്തിൻ്റെ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലായിരിക്കുവാൻ സർവശക്തനായ ദൈവം തന്ന വിലയേറിയ അവസരത്തിനായി ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്ത വേദഭാഗം എബ്രായർ 2:4 അതിൻ്റെ 2 ഭാഗം. എബ്രായർ 2:2. ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനും നീതിമാനുമായ ജീവനുള്ള ദൈവമേ, വചനം ജഡമായി അവതരിച്ചു എന്ന് ഞങ്ങൾ വചനത്തിൽ വായിക്കുന്നല്ലോ കർത്താവേ. ഞങ്ങളിപ്പോൾ അങ്ങയുടെ തിരുവചനം ധ്യാനിക്കുവാനായി നിൽക്കുമ്പോൾ അപ്പാ, വചനത്തിൻ്റെ വാതിലുകളെ ദൈവം തുറക്കണം. മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങളെ ദൈവം വെളിപ്പെടുത്തണം. ഞങ്ങളോട് ദൈവം സംസാരിക്കണം കർത്താവേ. ഹല്ലേലൂയ കർത്താവേ, 100 മേനി ഫലം ഞങ്ങൾ ആത്മീകമായി കൊടുക്കത്തക്ക വിധത്തിൽ കർത്താവ് കേൾക്കുന്ന ഓരോരുവരുടെയും അടിയൻ്റെയും ഹൃദയത്തെ തുറന്ന് വചനമുള്ളിലാക്കി അങ്ങേക്കൊന്ന് ഫലം കൊടുക്കുവാൻ ദൈവം സഹായിക്കണം. കർത്താവിൻ്റെ വലിയ തേജസ് ഓരോ വ്യക്തികളുടെയും ദേഹാത്മാവിൽ വെളിപ്പെടണം കർത്താവേ. ഹൃദയങ്ങളെ തുറന്ന് കർത്താവേ, ഞങ്ങൾ ഒന്നുകൂടെ പുതുപ്പിക്കപ്പെടുവാൻ, ക്രിസ്തുവിനൊന്നുകൂടെ ഞങ്ങൾ എഴുന്നേറ്റ് പ്രവർത്തിക്കുവാൻ അപ്പാ, ഞങ്ങൾ ഓരോരുത്തരെയും ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. താഴ്ത്തി ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. സ്തോത്രം, ബഹുമാനം, മഹത്വം എല്ലാം ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശു ക്രിസ്തു മൂലം തന്നെ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. നാം വായിച്ച വചനം ഇതാ: ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? ഹല്ലേലൂയ. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് 8, 9, 10 ക്ലാസ്സുകളിലൊക്കെ പഠിക്കുമ്പോൾ ഈ ക്ലാസ് ആരംഭ സമയത്ത് 1ാമത്തെ ദിവസം ക്ലാസ്സിൽ പോയിരിക്കുമ്പോൾ മലയാളം ടീച്ചർ, ഇംഗ്ലീഷ് ടീച്ചർ ഇവരൊക്കെ ക്ലാസ്സിൽ വന്നിട്ട് പറയും, മലയാളം ടീച്ചർ പറയും ആ ഈ എഴുതാൻ, കായ്ക്ക എഴുതാൻ. അതുപോലെ ഇംഗ്ലീഷ് ടീച്ചർ വന്നിട്ട് ABCD എഴുതാൻ പറയും. അപ്പം ഞങ്ങളെല്ലാവരും പരസ്പരം നോക്കിയിരുന്ന് ചിരിക്കും. കുട്ടികളെല്ലാം എന്തെന്ന് പറഞ്ഞ് ഇത് 1ാം ക്ലാസ് പിള്ളേരുടെ കാര്യമാണല്ലോ, അല്ലെങ്കിൽ 2ാം ക്ലാസ് പിള്ളേരുടെ കാര്യമാണല്ലോ എന്ന ആ ഒരു ചിരി ഞങ്ങൾക്ക് വരും. പരസ്പരം ചിരിച്ചിട്ടെങ്കിലും ടീച്ചർ നിർബന്ധിക്കുന്നതുകൊണ്ട് ഞങ്ങൾ എഴുതും, ABCD എഴുതും, ഒക്കെ എഴുതും. എഴുതി കഴിഞ്ഞിട്ട് നോക്കുമ്പോഴാണ് പല അക്ഷരങ്ങളും കാണത്തില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, അറിയാമെന്ന് തോന്നി, പക്ഷേ പേപ്പറിൽ നോക്കിയപ്പോൾ പല അക്ഷരങ്ങളും വിട്ടുപോയതായിട്ട് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. അപ്പോൾ നാം വിചാരിക്കുന്നത് കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ 8ാം ക്ലാസ്സിൽ നമ്മളെല്ലാം പഠിച്ചെഴുതിയതാ, വലിയ എസ്സേ എഴുതി, മലയാളത്തിൽ എഴുതി, ഇംഗ്ലീഷിൽ എഴുതി, നമുക്ക് ABCD അറിഞ്ഞുകൂടെയോ അല്ലെങ്കിൽ ഈ അറിഞ്ഞുകൂടെയോ എന്ന് നാം ചിന്തിക്കും. പക്ഷേ പേപ്പറിൽ നോക്കുമ്പോൾ ABCDയുടെ 26 അക്ഷരം കാണത്തില്ല, ചിലപ്പോൾ ഈ അതിൻ്റെ അവസാനം വരെയുള്ള ലെറ്റർ കാണത്തില്ല. ഹല്ലേലൂയ. അപ്പോഴാണ് മനസ്സിലാകുന്നത്, എഴുതിപ്പിച്ചത് നന്നായി, അറിയാൻ പാടില്ലാത്ത പലതും നമുക്ക് ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അതുപോലെയാണ് ഇന്ന് ഈ തിരഞ്ഞെടുത്തിരിക്കുന്ന ഇന്നത്തെ ചിന്താ വിഷയം രക്ഷ എന്നതാണ്. ഹല്ലേലൂയ. നാം രക്ഷിക്കപ്പെട്ട് പല വർഷങ്ങളായി പല സഭകളിൽ ആരാധിച്ചു, പ്രസംഗിച്ച് എല്ലാം ജീവിക്കുന്ന വ്യക്തികളാണ് നാം എല്ലാവരും. എങ്കിലും ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ നാം ഭവനങ്ങളിൽ ഒരുപക്ഷെ ആരാധിക്കാൻ സൗകര്യമില്ലാതെയും പല വിധത്തിൽ നാം കുടുങ്ങിക്കിടക്കുമ്പോൾ നമുക്ക് ഒന്ന് റിവൈൻഡ് ചെയ്യുവാൻ, നാം എപ്രകാരമായിരിക്കുന്നു, നമ്മുടെ രക്ഷയുടെ അവസ്ഥ ഏത് വിധത്തിലായിരിക്കുന്നു, രക്ഷ എന്നത് എന്ത് എന്ന് നമുക്ക് ഒരിക്കൽ കൂടെ ചിന്തിക്കുവാൻ ജീവനുള്ള ദൈവം തരുന്ന ഈ അവസരത്തിനായിട്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നു. നമുക്ക് വചനത്തിലേക്ക് വരാം. എബ്രായർ 2-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? ഹല്ലേലൂയ. രക്ഷ എന്ന പദത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. എന്തിനാണ് രക്ഷ? ഹല്ലേലൂയ. നാം എപ്പോഴും കേൾക്കുന്ന പദമാണ്, നാം രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് കേട്ടിട്ടുള്ള പദമാണ് രക്ഷ. എന്തിനാണ് രക്ഷ? ഹല്ലേലൂയ. നാം ഉൽപ്പത്തി പുസ്തകം നോക്കുമ്പോൾ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും ഉണ്ടാക്കി, സകലതും 6 ദിവസം കൊണ്ട് ഉണ്ടാക്കി. 6ാമത്തെ ദിവസം തൻ്റെ സ്വന്തം സാദൃശ്യത്താൽ, ആ സാദൃശ്യത്തിൽ സ്വന്തം കരങ്ങൾ കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. ഹല്ലേലൂയ.
മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യന് വേണ്ടി എല്ലാം കരുതി വെച്ചിട്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ഹല്ലേലൂയ. ആകാശത്തിലെ പക്ഷികൾ, ഭൂമിയിലെ പക്ഷികൾ, മറ്റ് മൃഗജാതികൾ, വെള്ളത്തിനകത്തുള്ള മത്സ്യ പോലത്തുള്ള ജന്തുക്കൾ, സകലത്തെയും മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചതിന് ശേഷം സ്വന്തം സാദൃശ്യത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നിട്ട് മനുഷ്യനോട് പറഞ്ഞു, നിങ്ങൾ ഇതിൻ്റെ മേലൊക്കെ വാഴുവിൻ എന്ന് ദൈവം മനുഷ്യനോട് ആഹ്വാനം ചെയ്തതിന് ശേഷം ദൈവം ഏഴാമത്തെ ദിവസം സ്വസ്ഥമായിരുന്നു എന്ന് നാം വചനത്തിൽ വായിക്കുന്നു. അപ്പം 6 ദിവസം കൊണ്ട് ദൈവം സകലതും ഉണ്ടാക്കി. 6ാമത്തെ ദിവസം മനുഷ്യനെ ഉണ്ടാക്കി. മനുഷ്യനെ ഉണ്ടാക്കിയപ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ: എൻ്റെ കൂടെ സംസാരിച്ചും എൻ്റെ കൂടെ നടക്കുവാനായി എന്നെ പോലെ ഒരാൾ കൂടെ വേണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവം ആഗ്രഹിച്ചത് മനുഷ്യനിൽ നിന്ന് ഒന്നു മാത്രം. മനുഷ്യൻ എല്ലാം കൊടുത്തതിന് ശേഷം ദൈവം മനുഷ്യനിൽ നിന്ന് പ്രതീക്ഷിച്ച ഒരേ ഒരു വിഷയം: ഇവൻ എൻ്റെ കൂടെ ഇരിക്കണം. ഞാൻ വിളിക്കുമ്പോഴൊക്കെ ഇവൻ എൻ്റെ അടുത്ത് വേണം. എൻ്റെ ശബ്ദം കേൾക്കാൻ ഇവൻ എൻ്റെ കൂടെ എപ്പോഴും വേണം. ഇതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മനുഷ്യൻ്റെ ഏകാന്ത അവസ്ഥ കണ്ടിട്ട് ഹല്ലേലൂയ, ഇവന് തക്കതായ തുണ ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഒരു സ്ത്രീയെയും ദൈവം ഉണ്ടാക്കി കൊടുത്തു. ഹല്ലേലൂയ. അതിനുശേഷം, അതായത് വൈകുന്നേര സമയത്ത് ദൈവം സംസാരിക്കാൻ ആദാമിൻ്റെ അടുത്ത് വരുന്നത് വരെ ആദാം ഒറ്റയ്ക്കിരുന്ന് മുഷിയണ്ട എന്ന് ആ നന്മയും കൂടെ, ഹല്ലേലൂയ, ഭാര്യ എന്ന നന്മയെ കൂടെ ആദാമിന് ദൈവം ഉണ്ടാക്കി കൊടുത്തു. ഹല്ലേലൂയ. അപ്പോൾ ഈ വൈകുന്നേര സമയം വരെ സമയം പോകാനായിട്ട് കൂട്ടിന് ഒരു തുണയായി ഹവ്വയും കൊടുത്തു. എന്നിട്ട് അതിനുശേഷവും ദൈവം, യഹോവയായ ദൈവം ഈ മനുഷ്യനോട് സംസാരിക്കുവാൻ എല്ലാ ദിവസവും വൈകിട്ട് വരും. ഏദേൻ തോട്ടമുണ്ടാക്കി. ഏദേൻ തോട്ടത്തിനകത്ത് അവർക്ക് വേണ്ടുന്ന എല്ലാ ഫലവൃക്ഷങ്ങളും എല്ലാം കൊടുത്തിട്ട് ദൈവം പറഞ്ഞു, നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം മാത്രം തിന്നരുത്. ഹല്ലേലൂയ. മനുഷ്യൻ ഇന്ന് ചെയ്യുന്നത് പോലെ ഹല്ലേലൂയ അന്നും ചെയ്തു. ഹല്ലേലൂയ. തിന്നരുത് എന്ന് പറഞ്ഞ ഫലം തിന്നു. ഹല്ലേലൂയ. ഹവ്വ ഭക്ഷിച്ചു, അത് ആദാമിനും കൊടുത്തു. അങ്ങനെ ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞ ആ വൃക്ഷത്തിന്റെ ഫലം തിന്നത് നിമിത്തം ആദാമിനോടും ഹവ്വയോടും ദൈവത്തിന്റെ കോപം വർദ്ധിച്ചു. ഹല്ലേലൂയ. ഇവർക്ക് ദൈവത്തിന്റെ മുൻപേ നിൽക്കാൻ സാധിക്കാത്ത വിധത്തിൽ ഇവർ നഗ്നരാണെന്ന സത്യം അവർക്ക് വെളിപ്പെട്ടു. ദൈവത്തിന്റെ മുൻപാകെ അവർ ലജ്ജിച്ച് നിൽക്കുവാൻ തുടങ്ങി. അപ്പോൾ യഹോവയായ ദൈവം ഈ ഭൂമിയെ, ഹല്ലേലൂയ, ഈ ഭൂമിയെ ഈ മനുഷ്യൻ നിമിത്തം ശപിച്ചു. ആദാമിനെ ശപിച്ചു, ഹവ്വയെ ശപിച്ചു, പാമ്പിനെ ശപിച്ചു. ഹല്ലേലൂയ. വചനം പറയുന്നു, നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നാം ചിന്തിച്ചു നോക്കിയാലും ഭൂമിയിൽ എവിടെയാണ് സ്വസ്ഥതയുള്ളത്? യഹോവയായ ദൈവം അന്ന് ശപിച്ച ഭൂമി ഇന്നും ശാപം നിറഞ്ഞതായി തന്നെ ഇരിക്കുന്നു. ഹല്ലേലൂയ. ഒരു സംസ്ഥാനത്തിൽ നിന്ന് വേറൊരു സംസ്ഥാനത്ത് പോയി രക്ഷപ്പെടുവാൻ ഇന്ന് വഴിയുണ്ടോ? ഒരു രാജ്യത്തിൽ നിന്ന് വേറൊരു രാജ്യത്തിൽ പോയി രക്ഷപ്പെടുവാൻ ഇന്ന് വഴിയുണ്ടോ? രക്ഷയില്ല. അതാ വചനം പറയുന്നു. ഹല്ലേലൂയ. ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? രക്ഷ എന്നത് ഈ ലോകത്തിൽ കിട്ടുകയില്ല എന്ന് പിതാവായ ദൈവത്തിനും പുത്രനായ യേശുവിനും അറിയാവുന്നത് കൊണ്ട് ഹല്ലേലൂയ, ഈ വചനം എഴുതി വെച്ചിട്ട് ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? അതായത് ഈ ശപിക്കപ്പെട്ട ഭൂമിയിൽ ഒരുപക്ഷെ ഇന്ന് കൊറോണ നിമിത്തം ജനം ഭയപ്പെടുന്നുണ്ടായിരിക്കാം. അല്ല, ഇത് മാറിക്കഴിഞ്ഞാൽ വേറെ ഒന്ന് വരും, അതിലൊരു മാറ്റവുമില്ല. ഹല്ലേലൂയ. മനുഷ്യൻ എന്നും എന്നും എന്തിനെയോ ഒന്നിനെ, ഏതോ ഒന്നിനെ ഭയന്ന് തങ്ങളുടെ നാളുകൾ നീട്ടിക്കൊണ്ടേ പോയിക്കൊണ്ടിരിക്കുന്നു. ഏറെയായ പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞിട്ടാണെങ്കിലും മനുഷ്യൻ ഈ ലോകത്തിൽ നിന്ന് പോയാലേ പറ്റുള്ളൂ. ഹല്ലേലൂയ. വചനം പറയുന്നു, ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? അപ്പോ രക്ഷ എന്നത് ഈ ഭൂമിയിലില്ല. ഹല്ലേലൂയ. ഏത് രാജ്യത്ത് പോയാലുമില്ല, ഏത് ഭൂഖണ്ഡത്തിൽ പോയാലുമില്ല. ഇന്ന് രക്ഷ ഭൂമിയെ വിട്ട്
പൂർണ്ണമായി അകന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം കടന്നു വന്നിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ നാം വായിച്ചു, ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ നാം എങ്ങനെ തെറ്റിയൊഴിയും? എന്താണ് രക്ഷ? ഹല്ലേലൂയ. വചനം പറയുന്നു, രക്ഷ എന്നത് ദൈവത്തിൻ്റെ ദാനമല്ലോ. ദൈവത്തിൻ്റെ ദാനമായി കിട്ടുന്ന ഒന്നാണ് രക്ഷ. അതായത് ഈ ഭൂമി നശിക്കുക. പ്രവാചകന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഭൂമി കിടുകിട വിറയ്ക്കുന്നു, പൊടുപൊട പൊട്ടുന്നു, സകലതും സംഭവിക്കാനുള്ളത് തന്നെ പലതും സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ. എത്രയോ ജനം മൺമറഞ്ഞു പോയി, കേട്ടവർ, വചനം കേട്ടവർ. ഹല്ലേലൂയ. ഇതെല്ലാം വായിച്ച് ബലപ്പെട്ടിരുന്ന എത്രയോ പേർ മരിച്ചുപോയി കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നമ്മെ ഇന്നും ദൈവം ഈ ഭൂമിയിൽ ശേഷിപ്പിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ രക്ഷ എന്നത് ദൈവത്തിൻ്റെ ദാനമല്ലോ. വചനം പറയുന്നു, രക്ഷ എന്നത് ദൈവത്തിൻ്റെ ദാനം. ദൈവം ദാനം തന്നാൽ മാത്രമേ നമുക്ക് രക്ഷ ലഭിക്കത്തുള്ളൂ. ഹല്ലേലൂയ. പിതാവായ ദൈവം പുത്രനിലേക്ക് അടുപ്പിച്ചല്ലാതെ ആർക്കും പുത്രന്റെ അടുക്കൽ വരുവാൻ സാധിക്കില്ല എന്ന് വചനം പറയുന്നു. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികളിൽ പറയുന്നു, അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിൽ പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. ഹല്ലേലൂയ. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല. ഹല്ലേലൂയ. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. അപ്പൊ വേറെ ഒരു നാമവും ഇല്ലെങ്കിൽ ഏത് നാമമാണുള്ളത്? ഹല്ലേലൂയ. നമുക്ക് നോക്കാം. 1 തിമോഥെയോസ് 2-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ പറയുന്നു, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെ താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. ഹല്ലേലൂയ. ആരാണ് രക്ഷകൻ? ക്രിസ്തു യേശു തന്നെ. ഹല്ലേലൂയ. തന്നെ താൻ മറുവിലയായി കൊടുത്ത യേശു ക്രിസ്തു തന്നെ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ആ രക്ഷകൻ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രം. മറ്റൊരുത്തനും രക്ഷയില്ല. ആകാശത്തിന്റെ കീഴിൽ, ഹല്ലേലൂയ, ഭൂമിക്ക് മീതെ നൽകപ്പെട്ട രക്ഷപ്പെടുവാനുള്ള ആ മനുഷ്യനെ രക്ഷിക്കാൻ കഴിയുന്ന വേറെ ഒരു നാമവുമില്ല. ഹല്ലേലൂയ. ഇപ്പോൾ നമുക്കറിയാം, കൊറോണ വന്നപ്പോൾ രക്ഷിക്കുവാനായി പോലീസുകാരുണ്ട്, ഹല്ലേലൂയ, ഡോക്ടേഴ്സ് ഉണ്ട്, നേഴ്സസ് ഉണ്ട്. പക്ഷേ എത്രയോ പോലീസുകാർ, എത്രയോ ഡോക്ടേഴ്സ്, എത്രയോ നേഴ്സസ് മരിച്ചുപോയി. ഹല്ലേലൂയ. ആർക്കാരെ രക്ഷിക്കുവാൻ സാധിക്കും? ഒരുത്തർക്കും ഒരുത്തരെയും രക്ഷിക്കാൻ സാധിക്കത്തില്ല. ഹല്ലേലൂയ. എന്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മെ രക്ഷിക്കുവാൻ സാധിക്കും? ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ പറയുന്നു, നീ അറുക്കപ്പെട്ട് നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ വിലയ്ക്ക് വാങ്ങി. ഹല്ലേലൂയ. അതായത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ഇപ്പോൾ യേശു സമ്പാദിച്ചതാ സകല ഗോത്രക്കാരെയും ഭാഷക്കാരെയും വംശക്കാരെയും ജാതിക്കാരെയും വിലയ്ക്ക് വാങ്ങിയ ഒരു അധികാരം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ കർത്താവായ ക്രിസ്തുവിൽ മാത്രമേ രക്ഷയുള്ളൂ. എന്തുകൊണ്ടെന്നാൽ മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിൽ കയറി, പിതാവായ ദൈവം, ഹല്ലേലൂയ, സകല വാഴ്ചകളും അധികാരങ്ങളും പുത്രനായ യേശുവിന് കൊടുത്തത് കൊണ്ട് മരണത്തിന്റെ താക്കോലും പാതാളത്തിന്റെ താക്കോലും യേശു ക്രിസ്തുവിന് ലഭിച്ചത് കൊണ്ട് ആ യേശു ക്രിസ്തുവിന് മാത്രം സകലരെയും രക്ഷിക്കുവാനുള്ള അധികാരം കിട്ടി. ഹല്ലേലൂയ. യേശു പറയുന്നു, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ സദാകാലത്തേക്കും ജീവനോടെ ഇരിക്കുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ജീവനോടെ ഇരിക്കുന്നു. അപ്പൊ ജീവനോടെ ഇരിക്കുന്ന, ഇനി മരണമില്ലാത്ത ഒരു വ്യക്തിക്ക് മാത്രമേ മനുഷ്യനെ രക്ഷിക്കാൻ സാധിക്കൂ. അതുകൊണ്ട് യേശു പറയുന്നത്, രക്ഷിക്കുവാൻ ഹല്ലേലൂയ വേറെ ഒരു വ്യക്തിയിലും രക്ഷയില്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് എങ്ങനെ രക്ഷ ലഭിക്കും
യേശുവാണ് രക്ഷകൻ. എങ്ങനെ രക്ഷ ലഭിക്കും? വചനം പറയുന്നു, കൃപയാലല്ലോ വിശ്വാസം കൊണ്ട് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അതും ദൈവത്തിന്റെ ദാനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൃപയാൽ വിശ്വാസം കൊണ്ട് നാം രക്ഷിക്കപ്പെടുന്നു. എങ്ങനെ രക്ഷിക്കപ്പെടുന്നു? റോമർ 10-ാം അധ്യായം 9-ാം വാക്യം പറയുന്നു, യേശുക്രിസ്തുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് പറയുകയും ദൈവം അവനെ മരിച്ച ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പൊ വായും ഹൃദയം, വാ കൊണ്ട് ഏറ്റുപറയണം, ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. ഹല്ലേലൂയ. യേശു ക്രിസ്തു ഈ ലോകത്തിൽ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞു, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ നിന്റെ ദൈവമായ യഹോവയെ സേവിക്കണം. പ്രൈസ് ദി ലോർഡ്. പൂർണ്ണമായ ഹൃദയം, പൂർണ്ണ അധരം, എല്ലാം പൂർണ്ണത നിറഞ്ഞ ഒരു ദൈവസ്നേഹം ഒരു വ്യക്തിയിൽ വെളിപ്പെടേണ്ടത് ആവശ്യമാണ്. അപ്പം വാഗൊണ്ട് ഏറ്റും പറയണം, ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യണം. അപ്പോൾ ഒരു വ്യക്തിയിൽ വെളിപ്പെടുന്നു രക്ഷ. ഹല്ലേലൂയ. രക്ഷ ലഭിച്ച ഉടനെ, രക്ഷിക്കപ്പെട്ട ഉടനെ, യേശുക്രിസ്തുവിനെ ഞാൻ ഏറ്റെടുത്തു എന്ന് നാം വാഗൊണ്ട് പറഞ്ഞ ഉടനെ രക്ഷയാകുമോ? ഇല്ല. പ്രൈസ് ദി ലോർഡ്. നാം ഏറ്റു പറഞ്ഞ ഉടനെ ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നില്ല. രക്ഷയുടെ പ്രവൃത്തി പൂർത്തിയാകുന്നില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നാം എന്ത് ചെയ്യണം? പ്രൈസ് ദി ലോർഡ്. പൂർണ്ണമായ രക്ഷ പ്രാപിക്കുവാൻ നാം എന്ത് ചെയ്യണം? 3-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. വചനം പറയുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ഹല്ലേലൂയ. സർവശക്തനായ യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. പിന്നെയും ശിഷ്യന്മാർക്കെല്ലാം പ്രത്യക്ഷമായി. പ്രൈസ് ദി ലോർഡ്. തൻ്റെ സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള എല്ലാ ഉപദേശങ്ങളെയും കൊടുത്തതിന് ശേഷം വീണ്ടും സ്വർഗാരോഹണം ചെയ്തിട്ട് ഇപ്പോൾ പിതാവിൻ്റെ വലത്തു ഭാഗത്തിരുന്നു കൊണ്ട് സകല മനുഷ്യർക്കും വേണ്ടി, സകല ഗോത്രക്കാർക്കും, ഭാഷക്കാർക്കും, വംശക്കാർക്കും, ജാതിക്കാർക്കും വേണ്ടി പിതാവിൻ്റെ വലത്തു ഭാഗത്തിരുന്ന് മധ്യസ്ഥം ചെയ്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അതോടൊപ്പം ഓരോ മനുഷ്യന്റെ ഹൃദയത്തെ തട്ടിക്കൊണ്ടേയിരിക്കുന്നു. വചനം പറയുന്നു, ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവൻ എന്നോടും ഞാൻ അവനോടും കൂടെ അത്താഴം കഴിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം എല്ലാ ഹൃദയങ്ങളെയും തട്ടിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞൊരു മാസത്തിന് മുമ്പ് വരെ ഒരു വ്യക്തിക്കും ഒന്നിനും സമയമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചിരുന്നത്. ഹല്ലേലൂയ. എത്രയോ ജനത്തെ ദൈവം തട്ടി വിളിച്ചു കാണും. മരിച്ചുപോയ എത്രയോ ഹൃദയങ്ങളെ ദൈവം തട്ടിക്കാണാം. ഹല്ലേലൂയ. സമയമേ ഇല്ല. രാവിലെ മുതൽ രാത്രി വരെ മനുഷ്യർ ഭയങ്കരമായ തിരക്കിന് ഇടയിലായിരുന്നു. ഇപ്പോൾ നോക്കിയോ ആർക്കും ഒരു ജോലിയുമില്ല. പ്രൈസ് ദി ലോർഡ്. ഇത് പക്ഷേ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ ദൈവം മനുഷ്യന് തന്ന ഒരു അവസരമായിരിക്കാം. ഹല്ലേലൂയ. വചനം പറയുന്നു, അവൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും അവന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ. ഹല്ലേലൂയ. നാം ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ നാം രക്ഷിക്കപ്പെടുന്നു. ചെറുതായി വാതിൽ തുറക്കപ്പെടുന്നു. വാതിൽ തുറക്കുമ്പോൾ നാം ഫസ്റ്റ് കേൾക്കുന്ന ഒരു ശബ്ദമാണ്. ഹല്ലേലൂയ. നമുക്ക് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. മാർക്കോസ് 1-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ശബ്ദത്തിന് നാം ചെവി കൊടുത്താൽ ആദ്യം കേൾക്കുന്ന ഒരു പദമാണ്, നീ മാനസാന്തരപ്പെടണം. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. മാനസാന്തരം ദൈവം ആഗ്രഹിക്കുന്നു. മാനസാന്തരം എപ്പോഴാണ് ഒരു വ്യക്തി ദൈവത്തിൻ്റെ ശബ്ദം വ്യക്തമായി കേൾക്കുന്നത്? ഒരുപക്ഷെ രോഗക്കിടക്കയിലായിരിക്കാം, അല്ലെങ്കിൽ ദാരിദ്ര്യത്തിൻ്റെ മധ്യയിലായിരിക്കാം, കുടുംബങ്ങളിൽ ഒറ്റപ്പെടുത്തലിൻ്റെ മധ്യയായിരിക്കാം,
ഒരു വ്യക്തി ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നത്. ആ സമയത്ത് യേശു ആ വ്യക്തിയോട് പറയുന്നത് ഇങ്ങനെയാണ്: നീ മാനസാന്തരപ്പെടണം. നീ കടന്നു വന്ന വഴികൾ, നിന്റെ പാപ ജീവിതം, നിന്റെ പാരമ്പര്യ ജീവിതം, നിന്റെ ജന്മ സ്വഭാവം, ഇതിൽ നിന്നൊക്കെ നീ മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ. മാനസാന്തരം. പ്രൈസ് ദി ലോർഡ്. മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടന്നു പോകുവാൻ ആർക്കും സാധിക്കത്തില്ല. കർത്താവായ യേശു ക്രിസ്തു മാത്രമേ സ്വർഗരാജ്യത്തിൽ കയറിയിട്ടുള്ളൂ. സ്വർഗരാജ്യത്തിൽ നിന്നും ഇറങ്ങി വന്നതും യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് യേശു ക്രിസ്തു ധൈര്യമായി പറയുക: ദൈവരാജ്യത്തിൽ കടന്നു പോകണമോ, നീ മാനസാന്തരപ്പെടണം. നാം ധ്യാനിച്ചല്ലോ, ഈ ഭൂമി നമുക്കൊരു രക്ഷയല്ല. ഈ ഭൂമിയിൽ നിന്ന് 80 വയസ്സായാൽ അല്ലെങ്കിൽ 90 വയസ്സായാൽ, കൂടിപ്പോയാൽ 105, 110 വയസ്സായാൽ നാം ഈ ലോകം വിട്ട്, ഈ ഭൂമി വിട്ട് നാം പോയാലേ പറ്റൂ. നാം ആയിരിക്കുന്ന ഈ രാജ്യം വിട്ട് നാം പോയാലേ പറ്റുള്ളൂ. വേറെ ഒരു രാജ്യത്തേക്ക് നാം പോകാൻ വിളിക്കപ്പെട്ടവരാ. ഹല്ലേലൂയ. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ച് പാപം ചെയ്യാതെ ജീവിക്കുന്ന വ്യക്തികൾ, നുണ പറയാതെ, ഒരു യാതൊരു ചെയ്യാതെ ജീവിക്കുന്ന വ്യക്തി, ആ വ്യക്തിക്ക് ദൈവരാജ്യത്തിൽ പോകുവാൻ സാധിക്കുമോ? സാധിക്കത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, നമുക്ക് വേണ്ടി മരിച്ചുയർത്ത യേശു ക്രിസ്തു, സകല ഗോത്രക്കാർക്കും ഭാഷക്കാർക്കും വംശക്കാർക്കും ജാതിക്കാർക്കും വേണ്ടി അറുക്കപ്പെട്ട ആ കുഞ്ഞാടിന്റെ രക്തത്താൽ കഴുകപ്പെട്ടാലല്ലാതെ ആർക്കും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കത്തില്ല. കാരണം എല്ലാവരെയും വിലയ്ക്ക് വാങ്ങിയത് യേശു ക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ. അപ്പോ നാം യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട് മാനസാന്തരത്തോടെ ജീവിച്ചാൽ മാത്രമേ നമുക്ക് ദൈവരാജ്യത്തിൽ പോകുവാൻ സാധിക്കത്തുള്ളൂ. മാനസാന്തരം. യോഹന്നാൻ സ്നാപകൻ പറയുന്നു, എത്രയോ സദൃശ്യർ, പരീശരെല്ലാം, സദുക്യരെല്ലാം വന്ന് സ്നാനമെടുക്കുമ്പോൾ പറയുക, നിങ്ങൾ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. ഹല്ലേലൂയ. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ച്ചാൽ മാത്രമേ ദൈവരാജ്യത്തിൽ കടന്നു ചെല്ലുവാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ രക്ഷയുടെ ഒന്നാമത്തെ ഭാഗമാണ് വായ് കൊണ്ട് ഏറ്റുപറയുക, ഹൃദയം കൊണ്ട് വിശ്വസിക്കുക. നമ്മുടെ യേശു എനിക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുക എന്നത്. രണ്ടാമത്തെ ഭാഗം ഇതാ, മാനസാന്തരപ്പെടണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ മാനസാന്തരപ്പെടുന്ന ഒരു വ്യക്തിക്ക് ദൈവരാജ്യത്തിൽ പോകാൻ ഒരു അവസരം ലഭിക്കാം. പക്ഷെ അതോടെ തീരുന്നില്ല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശബ്ദം വീണ്ടും പറയുന്നത് ഇങ്ങനെയാ. ഹല്ലേലൂയ. നമുക്ക് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയില്ല. ഹല്ലേലൂയ. നിക്കോദെമോസ് എന്ന പണ്ഡിതനോട്, ഹല്ലേലൂയ, വേദ പണ്ഡിതനായ വ്യക്തിയോട് യേശു പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ വെള്ളത്തിൽ വീണ്ടും ജനിക്കുവാൻ പറ്റും? ഹല്ലേലൂയ. എനിക്ക് ദൈവം തന്ന ഒരു വെളിപ്പാട്. ശുശ്രൂഷയുടെ ആരംഭത്തിൽ ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ നിറഞ്ഞു നിൽക്കുന്ന വെള്ളത്തിന്റെ അകത്ത് ഈ കുഞ്ഞ് ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സമയം വരുമ്പോൾ ആ വെള്ളം പൊട്ടിപ്പോയിട്ട് ഈ കുഞ്ഞ് പുറത്തേക്ക് വരുന്നു. ആ വെള്ളം എന്താ? പാപം നിറഞ്ഞ വെള്ളം. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പറയുന്നു, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ പാപം നിറഞ്ഞ വെള്ളത്തിൽ നിന്ന് ശാപം നിറഞ്ഞ ഭൂമിയിലേക്ക് ഒരു വ്യക്തി തള്ളപ്പെടുന്നതാണ് ജനനം. സാധാരണ നോർമൽ ബർത്ത്. ഹല്ലേലൂയ. അതിനുശേഷം യേശു പറയുന്നു, ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല. എങ്ങനെയാ വീണ്ടും ജനിക്കുന്നത്? നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ചു, വാ കൊണ്ട് ഏറ്റു പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം അഭിഷേകിക്കപ്പെട്ട ദൈവദാസന്മാരുടെ കീഴിൽ, സഭയുടെ കീഴിൽ, ദൈവം മനുഷ്യനായി ശുദ്ധീകരണത്തിന് ഏർപ്പെടുത്തി തന്ന സഭയുടെ കീഴിൽ
ഈ വചനങ്ങളെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ഒരു ദൈവദാസന്റെ കീഴിൽ നമ്മൾ ആ സ്നാനത്തൊട്ടിയിൽ അല്ലെങ്കിൽ കുളത്തിലാണെങ്കിൽ വെള്ളത്തിന്റെ അകത്ത് ഇറങ്ങി, അതായത് ഒരു കുഞ്ഞെങ്ങനെ അമ്മയുടെ ഉദരത്തിൽ വെള്ളത്തിൽ നിറഞ്ഞു നിൽക്കുന്നോ അതുപോലെ ആ വെള്ളത്തിൽ മുങ്ങി നിന്ന് ആ ഹൃദയം കൊണ്ട് ഞാൻ ഇതുവരെയും പാപത്തിൽ ജീവിച്ചു എന്ന് ഏറ്റുപറഞ്ഞ് ഇനി മുതൽ എനിക്ക് ഈ ഒരു പാപ ജീവിതം വേണ്ട എന്ന് ഹൃദയം പൂർവം തീരുമാനത്തോടൊരു വ്യക്തി പുറത്തേക്ക് വരുമ്പോൾ രണ്ടാമത്തെ ജനനമായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒന്നാമത്തെ ജനനം അമ്മയുടെ ഉദരത്തിൽ നിന്ന്, പാപം നിറഞ്ഞ അന്തരീക്ഷത്തിൽ നിന്ന് ശാപം നിറഞ്ഞ ഭൂമിയിലേക്ക് ജനിച്ച ജനനം. രണ്ടാമത്തെ ജനനം ആ വെള്ളത്തിനകത്ത് യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് ആ വിശ്വാസത്താൽ എൻ്റെ യേശു എൻ്റെ പാപങ്ങളെ കഴുകുമെന്ന് ഒരു ദൈവദാസന്റെ കീഴിൽ നമ്മെ ഏൽപ്പിച്ച് താൻ ആ വെള്ളത്തിൽ മുങ്ങി നാം പൊങ്ങുമ്പോൾ പാപം നീങ്ങി എൻ്റെ യേശു ശുദ്ധീകരിച്ച് കഴിഞ്ഞു എന്ന വിശ്വാസത്തോടെ നാം പുറത്തു വരുമ്പോൾ അത് രണ്ടാമത്തെ ജനനമായി. ഹല്ലേലൂയ. ഇതാണ് വീണ്ടും ജനനം. നിക്കോദോമസിനോട് ദൈവം പറഞ്ഞു, വെള്ളത്താൽ ജനിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വെള്ളത്താൽ ജനിക്കുന്ന ജനനം ഇത്. ഹല്ലേലൂയ. യേശു ക്രിസ്തു യോഹന്നാൻ സ്നാപകന്റെ കീഴിൽ 30 വയസ്സുള്ള വിശുദ്ധനായ യേശു ഒരു യോഹന്നാൻ എന്ന ഒരു സ്നാപകന്റെ കീഴിൽ തന്നേക്കാൾ വെറും 6 മാസത്തോളം പ്രായം മാത്രം മൂത്ത ഒരു വ്യക്തിയുടെ കീഴിൽ തന്നെ സമർപ്പിച്ച് ദൈവരാജ്യത്തിന്റെ നീതിയെ നിറവേറ്റി. കാരണം യേശുവിന് ഒരു തീരുമാനമുണ്ടായിരുന്നു, ഇനിയും എനിക്ക് വീണ്ടും ദൈവരാജ്യത്തിൽ പോകണം. ഹല്ലേലൂയ. ഈ ലോകത്തിൽ വന്ന അത്ഭുതങ്ങളെ അടയാളങ്ങളെയൊക്കെ കാണിച്ച് ഈ ജനത്തിന്റെ മുൻപ് ഹീറോയായിട്ട് മാത്രം ജീവിച്ചാൽ പിതാവായ ദൈവം എന്നെ തള്ളിക്കളയും. എനിക്ക് സ്വർഗരാജ്യത്തിൽ ചെന്നെത്തണം എന്നൊരു തീരുമാനം ആ യേശു ക്രിസ്തുവിന്റെ ഹൃദയത്തിന്റെ ആഴത്തിലുണ്ടായിരുന്നു. പ്രൈസ്. അത്ഭുതങ്ങൾ അടയാളങ്ങളൊക്കെ നടന്നപ്പോഴും യേശു ഉയർത്തിയത് പിതാവിനെ. ഹല്ലേലൂയ. ഒരിക്കലും തൻ്റെ നേരെ ശ്രദ്ധ ആരെയും തൻ്റെ നേരെ അങ്ങനെ ശ്രദ്ധയിലേക്ക് യേശു കൊണ്ടുവന്നില്ല. പിതാവിൻ്റെ ശ്രദ്ധയിലേക്ക് ജനത്തെ തിരിച്ചു വിട്ടുകൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതത്രേ ഇന്ന് ശുശ്രൂഷകരായ നാം ഓരോരുത്തരും ചെയ്യേണ്ടത്. ഒരിക്കലും നമ്മിലേക്ക് ജനത്തിൻ്റെ ശ്രദ്ധ തിരിച്ചു വിടരുത്. പിതാവായ ദൈവത്തിലേക്കും പുത്രനായ യേശുവിലേക്കും ശ്രദ്ധയെ തിരിച്ചുവിടേണ്ടത് ആവശ്യമാത്രേ. വചനം പറയുന്നു, ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. ഏത് വേഷം, ഏത് ഭാവം മനുഷ്യൻ, ഒരു ശുശ്രൂഷകനായിരിക്കാം, സഭയ്ക്കായിരിക്കാം, ഏതായാലും, പക്ഷേ ശ്രദ്ധ മൊത്തം ജനത്തിൻ്റെത് യേശുവിലേക്കും, യേശുവിൻ്റെ താഴ്മയിലേക്കും, യേശുവിൻ്റെ സൗമ്യതയിലേക്കും, യേശു ക്രിസ്തുവിൻ്റെ അച്ചടക്കത്തിലും ആ ദൈവ ദൈവ ശുശ്രൂഷകരുടെ കടമയത്രേ. ഹല്ലേലൂയ. നമുക്കറിയാം, നാം ഭാഗം വായിക്കുമ്പോൾ യേശു പറയുന്നുണ്ട്, എന്നെ നോക്കി കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ ദൈവരാജ്യത്തിൽ കടക്കുന്നത്. ദൈവ പൈതലെ, നാം ഒരുപക്ഷെ ശുശ്രൂഷ ചെയ്യുന്നവരാണെങ്കിലും നമ്മുടെ ഉള്ളത്തിൻ്റെ ആഴത്തിലൊരു ഭയം നമുക്ക് വേണം. നമ്മെ നോക്കി രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഒരു വ്യക്തി ഫോൺ ചെയ്ത് ഒരുപക്ഷെ പ്രാർത്ഥിക്കുമായിരിക്കാം, സകല വിഷയങ്ങളും നമ്മോട് ഷെയർ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. നമ്മുടെ ഉള്ളിൽ ഒരു തീരുമാനം വേണം. എന്നെ നോക്കി പാസ്റ്റർ എന്ന് വിളിക്കുന്ന വ്യക്തിയല്ല, എന്നെ നോക്കി സിസ്റ്റർ എന്ന് വിളിക്കുന്ന വ്യക്തിയല്ല, ജീവനുള്ള ദൈവത്തിന്റെയും പുത്രനായ യേശു ക്രിസ്തുവിന്റെ ഇഷ്ടം ചെയ്യുന്നവന് മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ രണ്ടാമത്തെ ആ സ്നാനം, പ്രൈസ് ദി ലോർഡ്, വെള്ളം കൊണ്ടുള്ള സ്നാനം. അടുത്തു വേണ്ടത് ഹല്ലേലൂയ ആത്മാവിന്റെ സ്നാനം. പ്രൈസ് ദി ലോർഡ്. കർത്താവ്. ഹല്ലേലൂയ. അപ്പോൾ അടുത്ത സ്നാനം ആത്മാവ് കൊണ്ടുള്ള സ്നാനം. നാം ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു കൂട്ടം വ്യക്തികൾ പരിശുദ്ധാത്മാവിന് സ്നാനം കൊടുക്കാതെ ജീവിക്കുന്നുണ്ട്, വചനത്താൽ നിറഞ്ഞു ജീവിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകം വിട്ടു പോകുമ്പോൾ ശിഷ്യന്മാരോട് പറയുന്നു, ഞാൻ പോയിട്ട് നിങ്ങൾക്ക് മറ്റൊരു കാര്യസ്ഥനെ അയക്കാം. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും.
ആ കാര്യസ്ഥൻ വരുന്നത് വരെ നിങ്ങൾ യെരൂശലേമിലേക്ക് പോകാതെ എൻ്റെ അടുക്കൽ കാത്തിരിക്കണം. ഹല്ലേലൂയ. അപ്പോൾ ശിഷ്യന്മാരും 120 പേർ ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്നു. അതും നുണയല്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. കൊടുങ്കാറ്റടിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ പതിഞ്ഞു. അവർ പലതരം ഭാഷകൾ, വിവിധ തരം ഭാഷകളിൽ അവർ സംസാരിച്ചതിന് അവർ മാത്രമല്ല സാക്ഷികൾ. ഹല്ലേലൂയ. അവരുടെ ചുറ്റും കൂടിയിരുന്ന സകല ഗോത്രക്കാരും ഭാഷക്കാരും ജാതിക്കാരും ഈ പഠിപ്പറിയില്ലാത്ത അഭ്യസ്തരല്ലാത്ത ഈ ജനം സംസാരിക്കുന്നത് അവർ കേട്ടു. ഇവരെങ്ങനെ ഞങ്ങളുടെ ഭാഷയിൽ സംസാരിക്കുന്നു എന്ന് അവർ ആശ്ചര്യപ്പെടത്തക്ക വിധത്തിൽ ജീവനുള്ളതായ ക്രിസ്തു, ഇന്നും ജീവിച്ചിരിക്കുന്ന ക്രിസ്തു, വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവ് ഇറങ്ങി വരിക തന്നെ ചെയ്തു. ഹല്ലേലൂയ. വചനം പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ദൈവരാജ്യത്തിൽ പ്രവേശിക്കില്ല. പരിശുദ്ധാത്മാവിനെ വേണ്ട എന്ന് തീരുമാനിച്ചിരുന്ന വ്യക്തിയായിരിക്കാം. സ്നാനത്തെ വേണ്ട എന്ന് തീരുമാനിച്ചിരുന്ന വ്യക്തിയായിരിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു യോർദാൻ നദിയിൽ മുങ്ങി കയറിയതുപോലെ, വെള്ളത്തിൽ ഇറങ്ങി കയറിയതുപോലെ നാം ഓരോരുത്തരും ആ സ്നാനവും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും പ്രാപിക്കേണ്ടത് അത്യാവശ്യമത്രേ. ഹല്ലേലൂയ. അപ്പോൾ വാതിൽക്കൽ നിന്ന് മുട്ടി കർത്താവിന്റെ ശബ്ദം ആരെങ്കിലും കേൾക്കുവാണെങ്കിൽ ആ മൂന്നാമതായ ശബ്ദം പറയുന്നത് ഇങ്ങനെയാ: വെള്ളത്താലും ആത്മാവിനാലും നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല. ഹല്ലേലൂയ. അടുത്ത നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശബ്ദം ഇതാ പറയുന്നത്. യോഹന്നാൻ 13:14 പറയുന്നു, ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു. ഞാൻ ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു. ഹല്ലേലൂയ. ദൃഷ്ടാന്തമായിട്ട് തന്നത് എന്താ? യേശുക്രിസ്തു അന്ത്യ അത്താഴം, ഹല്ലേലൂയ, പെസഹ കൊടുക്കുന്ന സമയത്ത്, കൊടുക്കുന്നതിന് മുമ്പ് യേശുക്രിസ്തു ശിഷ്യന്മാരെ വിളിച്ചു നിർത്തി, ഹല്ലേലൂയ, അവരുടെ കാലുകളെ കഴുകുന്നു. ഹല്ലേലൂയ. ശിഷ്യന്മാരുടെ കാലുകളെ കഴുകുന്നു. യോഹന്നാൻ 13-ാം അധ്യായം അതിൻ്റെ ആരംഭം മുതൽ നോക്കുമ്പോൾ നമുക്കറിയാം. അതിൻ്റെ 12-ാം വാക്യത്തിൽ പറയുന്നു, അവൻ അവരുടെ കാൽ കഴുകിയിട്ട് വസ്ത്രം ധരിച്ച് വീണ്ടും ഇരുന്ന് അവരോട് പറഞ്ഞ ആ ഉപദേശത്തിൽ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ തന്നിരിക്കുന്നു. അതായത് കർത്താവും ഗുരുവുമായി നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ കഴുകേണ്ടതാകുന്നു. ഹല്ലേലൂയ. എന്താണ് ഈ കാല് കഴുകുന്നതിന്റെ അർത്ഥം? താഴ്മയെ വെളിപ്പെടുത്തുന്നു. ഞങ്ങൾ ആരും വലുതല്ല എന്ന ആ ചിന്ത പരസ്പരം വെളിപ്പെടുത്തുന്ന ഒരു അനുഭവമാണ് പരസ്പരം കാൽ കഴുകുന്നത്. അതുമാത്രമല്ല, എനിക്ക് നിന്നോടൊരു പിണക്കവുമില്ല എന്ന് പരസ്പരം രണ്ട് കയ്പും വിരോധവും എല്ലാം വിട്ടുകളഞ്ഞ് പുതിയ സൃഷ്ടിയാകുന്ന ഒരു അനുഭവമാണ് കാല് കഴുകുന്ന ഒരു അനുഭവം. നമുക്ക് കുറച്ചെങ്കിലും ഒരു വ്യക്തിയോട് കയ്പുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് കാല് കഴുകാൻ പറ്റത്തില്ല. അതിന് യേശുക്രിസ്തു ഒരു വചനം പറയുന്നുണ്ട്. 16-ാം വാക്യത്തിൽ 13-ന്റെ-16 പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ദാസൻ യജമാനനേക്കാൾ വലിയവനല്ല, ദൂതൻ തന്നെ അയച്ചവനേക്കാൾ വലിയവനുമല്ല. ഇത് നിങ്ങൾ അറിയുന്നു എങ്കിൽ ചെയ്താൽ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. എല്ലാവരും അല്ല എന്ന് യേശു പറയുക. ഹല്ലേലൂയ. ഞാൻ തിരഞ്ഞെടുത്തവരെ ഞാൻ അറിയുന്നു. നിങ്ങളെ എല്ലാവരെയും കുറിച്ച് പറയുന്നില്ല, പക്ഷേ യേശുവിനറിയാം താൻ തിരഞ്ഞെടുത്ത ജനമേത്, താൻ തിരഞ്ഞെടുത്ത ജനം എത്രത്തോളം താഴണം എന്ന് യേശു ക്രിസ്തു അത് ഒരു കണക്ക് വെച്ചിട്ടുണ്ട്. പറയുക, ഞാൻ ഗുരുവും പിതാവുമായി ഞാനത് ചെയ്ത്, കർത്താവ് ഗുരുവുമായി ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ കഴുകേണ്ടതാകുന്നു. ഇത് രക്ഷയുടെ വേറൊരു ഭാഗം. പ്രൈസ് ദി ലോർഡ്. അടുത്ത 4-മതായി പറയുന്നു, യേശു പറയുന്നു, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 53-ാം വാക്യത്തിൽ പറയുന്നു, യേശു അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ
നിങ്ങൾക്കുള്ളിൽ ജീവനില്ല. എൻ്റെ മാംസം തിന്നുകയും രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. അതായത് തിരുവത്താഴത്തെ പ്രധാനമായി യേശുക്രിസ്തു പറഞ്ഞു. ഹല്ലേലൂയ. തിരുവത്താഴം, യേശു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാൻ. യേശു ക്രിസ്തുവിനെ ജനത്തിന് കൊടുക്കുന്നത് പോലെ ശിഷ്യന്മാർക്ക് ഒരു മാതൃകയായിട്ട് അപ്പവും നുറുക്കി കൊടുത്തിട്ട് യേശു ക്രിസ്തു പറയുന്നു, ഹല്ലേലൂയ, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്കുള്ളിൽ ജീവനില്ല. ആ ജീവൻ ഉണ്ടെങ്കിൽ, ആ സമർപ്പണത്തോടെ നാം ആ തിരുവത്താഴത്തിൽ പങ്കെടുക്കുമെങ്കിൽ ഒടുക്കത്തെ നാളിൽ ഞാൻ നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന് ശിഷ്യന്മാർക്ക് യേശു വാക്ക് നൽകുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത്രയും സംഭവം അടങ്ങിയിരിക്കുന്നതാണ് രക്ഷ. വാഗൊണ്ട് ഏറ്റുപറഞ്ഞ് ഹൃദയം കൊണ്ട് യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് ഏറ്റെടുത്തപ്പോൾ വാതിൽ തുറന്നു. വാതിൽ തുറന്നപ്പോഴാണ് യേശു ക്രിസ്തുവിന്റെ ശബ്ദം കേൾക്കുന്നത്, മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ. അടുത്ത ശബ്ദം കേൾക്കുന്നു, വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല. അടുത്ത ശബ്ദം പറയുന്നു, ഗുരുവും കർത്താവുമായ ഞാൻ നിങ്ങളുടെ കാലുകൾ കഴുകി, അതായത് എന്നെ തന്നെ ഞാൻ താഴ്ത്തി നിങ്ങളെ സ്നേഹിപ്പാനും, അതായത് തന്നെ കാണിച്ചു കൊടുക്കുന്ന യൂദാസിന്റെ പോലും കാലുകൾ കഴുകി കയ്പില്ലാതെ വെറുപ്പില്ലാതെ ഇരുന്നെങ്കിൽ അതുപോലെ നിങ്ങളും ഇരിക്കണമെന്ന് മാതൃക കാണിച്ചിട്ട് യേശു പറയുക, ഞാൻ നിങ്ങളുടെ കാല് കഴുകിയെങ്കിൽ. എന്തുകൊണ്ടാ? ഹല്ലേലൂയ. യജമാനനേക്കാൾ ദാസൻ ഒരിക്കലും വലിയതല്ല. ഹല്ലേലൂയ. ദൂതനേക്കാൾ അയച്ചവനേക്കാൾ ദൂതനും വലുതല്ല. നമ്മളെ എത്രയും താഴ്ത്താൻ പറ്റുമോ അത്രയും താഴ്ത്തി ജീവിക്കുന്നതാണ് രക്ഷ. ഹല്ലേലൂയ. അപ്പോൾ യേശു പറയും, കാല് കഴുകണം. അടുത്ത് പറയുന്നു, പ്രൈസ് ദി ലോർഡ്, യേശു ക്രിസ്തുവിന്റെ രക്തവും മാംസവും ഭക്ഷിച്ച് പാനം ചെയ്ത് ജീവിക്കണം. ഹല്ലേലൂയ. ഇത്രയുമാണ് രക്ഷയുടെ ഉള്ളടക്കം. ഹല്ലേലൂയ. പക്ഷേ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 13-ാം വാക്യത്തിൽ പിന്നെയും പറയുന്നു, എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. നമുക്കറിയാം, ഈ ലോകത്തിൽ ജീവിക്കുന്ന ജനം രക്ഷിക്കപ്പെട്ടവരുണ്ട്, അഭിഷേകം പ്രാപിച്ചവരുണ്ട്, സ്നാനമേറ്റവരുണ്ട്. എല്ലാ വ്യക്തികളെയും നോക്കിയിട്ട് നാം ഓരോ കുറവുകൾ കണ്ടുപിടിക്കുന്നു. സ്നാനത്തെ വെറുക്കുന്നു, അഭിഷേകത്തെ വെറുക്കുന്നു. ഇവരൊക്കെ ഇങ്ങനെയല്ലേ എന്ന് പറഞ്ഞ് നാം ആത്മീക ജീവിതത്തെ മാറ്റിവെക്കുന്നു. വചനം പറയുന്നത് ഇങ്ങനെയാ, എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. എങ്ങനെ അവസാനത്തോളം സഹിച്ചു നിൽക്കണം? ഒരു വ്യക്തിയുടെ ജീവിതം ഒരുപക്ഷെ 80 വയസ്സ് വരെ ആയിരിക്കാം, അല്ലെങ്കിൽ 90 വയസ്സ് വരെ ആയിരിക്കാം. ദൈവം ആ വ്യക്തിയെ നടത്തുന്ന ആ അവസാന ശ്വാസം വരെ അവൻ സഹിച്ചു നിന്നാൽ രക്ഷ പ്രാപിക്കും. എന്തിനെ സഹിച്ചു നിൽക്കണം? പാപത്തെ വെറുത്ത് സഹിച്ചു നിൽക്കണം. ഹല്ലേലൂയ. നിന്ദകളെ സഹിച്ചു നിൽക്കണം. ഹല്ലേലൂയ. ജീവിതത്തിൽ വരുന്ന എല്ലാ ഉപദ്രവങ്ങളെയും ഒറ്റപ്പെടുത്തലുകളെയും സഹിച്ച് ക്ഷമിച്ച് ആ വ്യക്തി കാത്തിരുന്ന് നിന്നാൽ, ജീവിച്ചാൽ ആ വ്യക്തി രക്ഷിക്കപ്പെടുമെന്ന് വചനം പറയുന്നു. നമുക്കറിയാം, യേശു ക്രിസ്തുവിന്റെ സകല ഉപദേശവും കേട്ട് ജീവിച്ച യൂദാസ്, ഹല്ലേലൂയ, അവസാന അത്താഴം യേശു ക്രിസ്തുവിന്റെ കൂടെ ഇരുന്ന് കഴിച്ച യൂദാസ്, ഹല്ലേലൂയ, യേശു ക്രിസ്തുവിനെ കാട്ടിക്കൊടുത്തിട്ട് താൻ പോയി തൂങ്ങി മരിച്ചുവെന്ന് വചനം പറയുന്നു. അതായത് ഈ മഹാരക്ഷ ആ വ്യക്തിക്ക് നഷ്ടപ്പെട്ടു പോയി. താൻ എടുത്തു കാണും, അഭിഷേകം പ്രാപിച്ചോ, അഭിഷേകവും പ്രാപിച്ചു കാണും. യേശു ക്രിസ്തുവിന്റെ ഉപദേശങ്ങൾ കേട്ടിട്ടുണ്ടോ? എല്ലാ ഉപദേശവും കേട്ടത് തന്നെയാ. പക്ഷേ ഹൃദയം കൊണ്ട് മാനസാന്തരം വന്നില്ല. ദൈവ പൈതലേ, നമ്മുടെ വെളിപ്രകാരമുള്ള എല്ലാം ഓക്കെ ആയിരിക്കാം, ഹല്ലേലൂയ, സകലത്തിന് നമ്മൾ ഓക്കെ ആയിരിക്കാം. പക്ഷേ ജീവനുള്ള ദൈവം നോക്കുന്നത് ഹൃദയം അത്രേ. ഹല്ലേലൂയ. പലരും പറയുന്നു ഹൃദയമാണ് ദൈവം നോക്കുന്നത്, അതുകൊണ്ട് വെളിയിൽ എങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല. വചനം പറയുന്നു, ഹൃദയത്തിൽ നിറഞ്ഞ് കവിയുന്നതല്ലോ
വായി സംസാരിക്കുന്നത്. ഹൃദയത്തിൽ നിറഞ്ഞ് കവിയുന്നതാണ് നമ്മളെ വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. ഹൃദയത്തിന്റെ ആഗ്രഹമാണ് നാം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഹൃദയവും നാം വളരെ ശ്രദ്ധയോടെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ഹൃദയത്തിൻ്റെ ആ അവസ്ഥ എന്ന് പറയുന്നത് യേശു എന്തിഷ്ടപ്പെടുന്നോ ആ ഇഷ്ടത്തിന് തക്കതായിട്ട് ഹൃദയത്തെ മാറ്റി കൊണ്ട് നടത്തേണ്ടത് നമ്മുടെ കടമയാണ്. ഹല്ലേലൂയ. വചനം പറയുന്നു, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. നാം സ്നാനമേറ്റവരെ കണ്ട്, അഭിഷേകം പ്രാപിച്ചവരെ കണ്ട്, പ്രസംഗിക്കുന്നവരെ കണ്ട് ഇവരൊന്നും ശരിയല്ലോ എന്ന് നമ്മെ തന്നെ നമ്മൾ വഞ്ചിച്ച് കളയരുത്. യേശു പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. മത്തായി 26:29 പറയുന്നു, എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടുകൂടെ പുതുതായി കുടിക്കും നാൾ വരെ ഞാൻ മുന്തിരിവള്ളിയുടെ ഈ അനുഭവത്തിൽ നിന്ന് ഇനി കുടിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ. യേശു കാത്തിരിക്കുക സ്വർഗരാജ്യത്തിൽ. യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുമായിട്ട് അവസാനം അപ്പവും വീഞ്ഞും കഴിച്ചിട്ട് അടുത്ത് മരിച്ചു അടക്കപ്പെട്ടു എല്ലാം കഴിഞ്ഞ് യേശു പറയുക, ഇനി സ്വർഗരാജ്യത്തിൽ നിങ്ങൾ കടന്നു വന്ന് നിങ്ങളോടൊപ്പം ഈ മുന്തിരിവള്ളിയുടെ അനുഭവം കഴിക്കുന്നതല്ലാതെ ഞാൻ ഇനി അതുവരെ കുടിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ യേശു ക്രിസ്തു കാത്തിരിക്കുക. ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ, സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ, അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞാൽ മാനസാന്തരത്തിന് തക്കതായ ഫലം കായ്ച്ച് മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായത്തിൽ യേശു പറയുന്ന ഉപദേശങ്ങളെല്ലാം കൈക്കൊണ്ട് അതിന് തക്കതായിട്ട് ദൈവഭയത്തോട് ജീവിച്ച് ഒരു വ്യക്തി കടന്നു വരും. അവസാനം എൻ്റെ അടുക്കൽ വരുമെന്ന് യേശു കാത്തിരിക്കുക. വെറുതെ കാത്തിരിക്കുകയല്ല. യോഹന്നാന്റെ സുവിശേഷം 14 അതിന്റെ 2-ാം വാക്യത്തിൽ പറയുന്നു, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഹല്ലേലൂയ. അതായത് യേശു ക്രിസ്തു പറഞ്ഞല്ലോ, ഹല്ലേലൂയ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഈ രാജ്യം നമുക്ക് ശാശ്വതമല്ല. ഈ രാജ്യം നമുക്ക് രക്ഷയല്ല. പിതാവായ ദൈവം പുത്രനെ അയച്ച് നമ്മെ ഓരോരുത്തരെയും വിലയ്ക്ക് വാങ്ങിയിരിക്കുക. ഹല്ലേലൂയ. ആ രക്ഷയെ നാം അവകാശമാക്കി പുത്രനായ യേശു ക്രിസ്തു നമുക്കായി ഒരുക്കി കാത്തിരിക്കുന്ന ആ വാസസ്ഥലത്തിലേക്ക് കടന്നു ചെല്ലുവാൻ നാം രക്ഷയുടെ പാനപാത്രമെടുത്ത് നാം മുന്നോട്ട് കടന്നു ചെല്ലേണ്ടത് അത്യാവശ്യമത്രേ. ഹല്ലേലൂയ. നാം രക്ഷയുടെ പാനപാത്രമെടുത്ത് അവസാനത്തോളം സഹിച്ചു നിന്ന് ദൈവരാജ്യത്തിൽ കടന്നു ചെല്ലേണ്ടത് ആവശ്യം. ഹല്ലേലൂയ. കർത്താവ് താൻ ഹല്ലേലൂയ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കൂടെ കാഹളം ആകാശത്ത് ധ്വനിപ്പിക്കുമ്പോൾ ആ ശബ്ദം കേൾക്കത്തക്ക വിധത്തിൽ നമ്മുടെ ഹൃദയത്തെ ഒരുക്കി കാത്തിരിക്കേണ്ടത് അത്യാവശ്യം അത്രേ. നാം ഒരുങ്ങിയിരിക്കേണ്ടത് ആവശ്യം. നമുക്ക് ദൈവം തന്ന രക്ഷയെ നാം കാത്തു സൂക്ഷിക്കേണ്ടത് ആവശ്യം. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ വരവ് ഏത് നാഴികയിലെന്ന് നാം അറിയുന്നില്ല. ലോകം മുഴുവൻ കൊറോണ എന്ന ഒരു ഭീതിയുടെ മധ്യേ ആയിരിക്കുമ്പോൾ ഒരുപക്ഷെ ഇതിന്റെ മധ്യേ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു വരികയാണെങ്കിൽ നാം ആ ശബ്ദം കേൾക്കുവാൻ ഒരുക്കമുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. നാം എല്ലാവരും ചിന്തിക്കുന്നത് എന്നൊന്ന് ഫ്രീ ആയിട്ട് പുറത്തേക്ക് പോകാമെന്ന്. ഹല്ലേലൂയ. ദൈവ പൈതലെ, ഇന്നല്ലെങ്കിൽ നാളെ, ഇന്ന് കൊറോണ, നാളെ വേറെ എന്തെങ്കിലും, ഈ ലോകം നമുക്ക് ശാശ്വതമല്ല. ഈ ലോകത്തിൽ ഓരോന്നും മാറി മാറി വന്നുകൊണ്ടേയിരിക്കുന്നു. ഈ ലോകം നമുക്ക് ശാശ്വതമല്ല. ഈ രാജ്യം ശാശ്വതമല്ലാത്തത് കൊണ്ട് യേശു പറയുന്നു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. അതിനായി യേശു നമുക്ക് വേണ്ടി വില കൊടുത്തു കഴിഞ്ഞു. ആ രക്ഷയെ അവകാശമാക്കി നാം അവസാനത്തോളം സഹിച്ചു നിൽക്കേണ്ടത് ആവശ്യമത്രേ. ആ കർത്താവ് യേശു ക്രിസ്തുവിന്റെ വരവിൽ എടുക്കപ്പെടുവാൻ, അല്ലെങ്കിൽ നാം മുമ്പേ മരിക്കുമെങ്കിൽ ആ യേശു ക്രിസ്തുവിന്റെ സന്നിധിയിൽ ചെന്നെത്തത്തക്ക വിധത്തിൽ നമ്മുടെ ദേഹത്തെയും ദേഹി ആത്മാവിനെയും വിശുദ്ധിയോടെ വേർപാടോടെ കാത്തു സൂക്ഷിക്കേണ്ടത് ആവശ്യമാത്രേ. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം.